ലൈംഗിക അതിക്രമ പരാതിയിൽ നടി മിനു മുനീർ നാളെ പരാതി നൽകും. മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് പരാതി നൽകുക. സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ മുഖേന പരാതി നൽകും. 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെതിരെയും പരാതി നൽകും. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ മീനുവിനെ ബന്ധപ്പെട്ടു. പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് മീനു വ്യക്തമാക്കി. AMMAയിൽ അംഗത്വം ലഭിക്കാൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാൻ മുകേഷ് ആവശ്യപ്പെട്ടെന്നാണ് നടി മിനു മുനീറിന്റെ വെളിപ്പെടുത്തൽ. മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ എന്നിവർ മോശമായി പെരുമാറിയെന്നും നടി ആരോപിച്ചു. ഇപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് മുകേഷ്, ഇടവേള ബാബു, ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ്. ജയസൂര്യ, മണിയൻപിള്ള രാജു, മുകേഷ് ഏട്ടൻ. അപ്പൊ പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുമെന്ന് പറയത്തില്ലല്ലോ. ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് പിടിവിട്ടിട്ട് ഓടിപ്പോരായിരുന്നു താഴെ. അപ്പോഴത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു ജയസൂര്യ. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മീനു ഞാൻ ഒരു കാര്യം ചോദിക്കും, എസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ചെന്തേ പറഞ്ഞു, അതെ എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിനുവിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. ഞാൻ പറഞ്ഞു നോ, അത്ര പറഞ്ഞു. അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ. അലി, ഈ മീനു കൂടി പരാതി നൽകുന്നതോടെ ഈ ആരോപണങ്ങളിൽ 2ാമത്തെ പരാതിയായിരിക്കും അല്ലേ? റോഷ്നി, അതീവ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് നടി മിനു മുനീർ ഇന്ന് നടത്തിയിരുന്നത്. പ്രധാനമായും നടൻ മുകേഷിന്, മന്ത്രി കൂടിയ മുകേഷിനെതിരെയാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നത്. അതുകൂടാതെ മുകേഷിന് പുറമെ ജയസൂര്യ, മണിയൻപിള്ള രാജു, അതുപോലെ തന്നെ ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് ഈ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ മിനു മുനീറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാളെ പരാതി നൽകുമെന്നാണ് മിനു മുനീർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഈ മുകേഷ് ഈ AMMA സംഘടനയിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ താനുമായി ലൈംഗിക ബന്ധത്തിന് സഹകരിക്കണമെന്ന നിലയിലുള്ള ഒരു പരാമർശം നടത്തിയെന്ന നിലയിലുള്ള പ്രതികരണമായിരുന്നു മിനു മുനീർ നടത്തിയത്. സമാനമായ നിലയിൽ മണിയൻപിള്ള രാജുവും ഇടവേള ബാബുവും അതുപോലെ തന്നെ ജയസൂര്യയും പല ഘട്ടങ്ങളിലായി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നടക്കം ഇത്തരത്തിൽ ലൈംഗികമായി തന്നെ കടന്നുപിടിക്കാനുള്ള ശ്രമം നടത്തി, അല്ലെങ്കിൽ അത്തരത്തിൽ സഹകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ സമീപിച്ചു എന്ന നിലയിലുള്ള പ്രതികരണമായിരുന്നു മിനു മുനീറിന്റെ ഭാഗത്തുനിന്നും വന്നത്. ഇപ്പോൾ നിലവിൽ ഈ അന്വേഷണ സംഘത്തിലെ വനിതാ IPS ഉദ്യോഗസ്ഥ ഇപ്പോൾ മിനു മുനീറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിലവിൽ അവരുമായി സംസാരിക്കാൻ സാധിച്ചില്ല. നാളെ സംസാരിക്കും. നാളെ ഇതുമായി ബന്ധപ്പെട്ട് തുടർ പരാതി കൃത്യമായി നൽകുമെന്നുമാണ് ഇപ്പോൾ മിനു മുനീർ അറിയിച്ചിരിക്കുന്നത്. ഈ സർക്കാർ രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ മുഖേന പരാതി നൽകാനാണ് നിലവിൽ മിനു മുനീർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട നടന്മാർക്ക് പുറമെ 2 പ്രൊഡക്ഷൻ കൺട്രോളർമാർക്കെതിരെയും അതുപോലെ ലോയേഴ്സ് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെതിരെയും പരാതി നൽകുമെന്നാണ് ഇപ്പോൾ മിനു മുനീർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥ മിനു മുനീറിനെ ബന്ധപ്പെടുകയും കാര്യങ്ങൾ തിരക്കുകയും ഏത് നിലയിലാണ് ഇനി മുന്നോട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതെന്ന് ആരായുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ കൃത്യമായ നടപടികളുമായി പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് മിനു മുനീർ എന്തായാലും അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ കൃത്യമായ നിലയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകും, പരാതി നൽകും എന്നാണ് ഈ ഘട്ടത്തിൽ നടി മിനു മുനീർ അറിയിച്ചിരിക്കുന്നത്. റോഷ്നി, ശരി. അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. മിനു മുനീർ നാളെ പരാതി നൽകും.